പ്രിയ സ്നേഹിതരെ, എല്ലാവർക്കും ശാലേം പ്രഭാത മന്നയിലേക്ക് സ്വാഗതം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മോശ എന്തിനു വേണ്ടിയാണ് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് എന്ന വേദഭാഗം നമുക്ക് നോക്കാം. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അവിടെ ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമത്വത്തിൽ കിടന്ന് അവരെ അവിടെ നിന്ന് മോശ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടാതെ അവർ ദൈവത്തോടും മോശയോടൊക്കെയും പിറുപിറുക്കുകയും അവർ മത്സരിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ദൈവം അഗ്നിസർപ്പത്തെ ജനത്തിൻ്റെ ഇടയിൽ അയച്ചു. ഈ അഗ്നിസർപ്പം ജനത്തെ കടിക്കുകയും ജനം മരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ജനം മരിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ജനത്തിന് ഈ കഷ്ടത വന്നു. അവർ ഈ കഷ്ടത നിമിത്തം മോശയോട് പിന്നെയും അവർ ഞങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും മോശ ദൈവത്തോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക എന്ന് അരുളി ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മോശ ഒരു താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. അങ്ങനെ ജനം ഈ അഗ്നിസർപ്പം കടിക്കുന്ന ജനം ആ കൊടിമരത്തിൽ താമ്രസർപ്പത്തെ നോക്കുകയും അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ജനം ആ കഷ്ടത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചു. ഈ മഹാസർപ്പത്തെ നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണുവാൻ കഴിയും. പുതിയ നിയമത്തിൽ വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഈ സർപ്പത്തെ കാണുവാൻ നമുക്ക് കഴിയും. യോഹന്നാൻ സ്നാപകൻ സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്നാനമേൽക്കുവാൻ ജനം വരുന്ന സമയം യോഹന്നാൻ വിളിച്ചു പറയുന്നുണ്ട്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ വിട്ട് നിങ്ങളെ ഓടുവാൻ നിങ്ങളെ ഉപദേശിച്ച് തന്നത് ആരെന്ന് ചോദിക്കുന്നു. ഈ വേദഭാഗം വളരെ ആഴമുള്ള സത്യമാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഈ സർപ്പം പ്രവർത്തിക്കുന്നത് മനുഷ്യനിൽ കൂടെ ദൈവവുമായി അകറ്റി അവനെ മഹാപാപത്തിലേക്ക് തള്ളിയിട്ട് പാപജീവിതം നയിച്ച് അവനെ നിത്യമരണത്തിലേക്ക് ഇവൻ തള്ളിയിടുന്നു. ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനാണ്, അല്ലെങ്കിൽ നമുക്ക് രക്ഷ പ്രാപിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവം തൻ്റെ ഓമനപുത്രനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് അയച്ചു തന്നത്. ഇത് ഒരു കൂട്ടം ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല കേട്ടോ. എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ക്രിസ്തുവെന്ന്. അല്ല പ്രിയ സ്നേഹിതരെ, ഇത് സർവ്വ മനുഷ്യരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് രക്ഷയ്ക്ക് വേണ്ടി അവൻ ഭൂമിയിൽ താണിറങ്ങി വന്നത് സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്. കാരണം മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ മോശ ഒരു താമ്രമെടുത്ത് അത് തീയിലിട്ട് അത് പഴുപ്പിച്ച് അത് അടിച്ച് അതിനെ നിരപ്പാക്കി ഒരു സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തിയതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പീലാത്തോസിൻ്റെ കൽത്തളത്തിൽ പടയാളികളാൽ അടിക്കപ്പെട്ട് തകർക്കപ്പെട്ട് അവൻ്റെ മുതുക് ഉഴവ് ചാലുപോലെ മാംസങ്ങളെ വലിച്ചു കീറി അവനെ ഇഞ്ചായി ചതച്ച് അവൻ്റെ രക്തം മുഴുവനും ഭൂമിയിൽ ഒഴുക്കി. മാത്രമല്ല അവൻ പച്ചമരക്രൂശിൽ, അവൻ ഗോൽഗത്ത മലമുകളിൽ അവിടെ ചെന്ന് 3 ആണികളാൽ അവൻ തറയ്ക്കപ്പെട്ട് അവസാനത്തെ തുള്ളി ചോര കുന്തം കൊണ്ട് ബലാപ്പുറത്ത് കുത്തി അവസാന ചോരയും ഊറ്റി ഭൂമിയിലേക്ക് ഒഴിച്ച് നമ്മുടെ പാപപരിഹാരത്തിനായി അവൻ തന്നു. ഈ രക്തത്തിൽ ആശ്രയിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. ഈ ദൈവത്തെ നീ സ്വീകരിച്ചാൽ നിനക്ക് കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും, സമാധാനമുണ്ടാകും, നിൻ്റെ ജീവിതം സംതൃപ്തിയുള്ളതായി തീരും. നിനക്ക് സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിപ്പാൻ കഴിയും. 2 കൊരിന്ത്യർ 5-ാം വാക്യം നമുക്ക് കാണുവാൻ കഴിയും, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ അത് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ആത്മരക്ഷ ഉണ്ടാകൂ. ആയതിനാൽ നീ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടി നിത്യജീവന് വേണ്ടി നീ തന്നെ നേടിക്കൊള്ളുക. അങ്ങനെ നമുക്ക് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാം. നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാം. നമുക്കൊരു നിത്യജീവനിലേക്ക് കടക്കുവാൻ കഴിയും. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ തിരുവചന ഭാഗങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്നും ഈ ദൈവജന സന്ദേശം കേൾക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.